നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു താൻ പിടിക്കപ്പെടും, ബന്ധിതനാകും, വിസ്തരിക്കപ്പെടും, കുരിശിക്കപ്പെടും എന്ന് ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ താൻ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും, അതും കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയാം എന്ന് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവം വസിക്കുന്ന തൻ്റെ ഈ ദേവാലയമായ ശരീരത്തെ നിങ്ങൾ പൊളിച്ചാൽ തീർച്ചയായിട്ടും 3 നാൾ കൊണ്ട് ഞാൻ പണിയും, അല്ലെങ്കിൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് യേശു പറഞ്ഞു, യോനയുടെ അടയാളമല്ല നിങ്ങൾക്ക് ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവ് 3 പോലെ ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ മരണത്തെയും മരണവിധത്തെയും അടക്കത്തെയും ഉയർപ്പിനെയും അതിൻ്റെ സമയത്തെയും എല്ലാം കൃത്യമായി യേശു പറഞ്ഞിട്ടുള്ളതാണ്. യേശു ഒരിക്കൽ താൻ പിടിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കങ്ങനെ ഭവിക്കരുത്. യേശു പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ മരിക്കാനാണ് വന്നത്. നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ആരാണ് എന്നവർ ചോദിച്ചു. യേശുവിനെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ 2 വാള് കരുതിയിട്ടുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, അതിക്രമക്കാരോട് കൂടെ ഞാൻ എണ്ണപ്പെട്ടു എന്നുള്ള വചനം ഇപ്പോൾ നിവൃത്തിയായിരിക്കുന്നു. 3.5 വർഷം ആത്മീയ സത്യങ്ങൾ പഠിപ്പിച്ചിട്ടും പത്രോസ് ജഡത്തിൽ ആശ്രയിക്കുകയാണ്, വാളിൽ ആശ്രയിക്കുകയാണ്. അന്ന് രാത്രി അത് സംഭവിച്ചു. യേശുവിനെ പിടിക്കാൻ വന്നവരിലെ മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിനെ പത്രോസ് വെട്ടി. പക്ഷെ കാതിനാണ് കൊണ്ടത്. കർത്താവ് പെട്ടെന്ന് ആ കാത് സുഖമാക്കി പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. കർത്താവായ യേശുക്രിസ്തുവിനോട് പത്രോസ് ആവർത്തിച്ച് പറഞ്ഞത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്കായി മരിക്കാൻ ഇരിക്കുകയാണ് എന്നാണ്. സത്യത്തിൽ യേശുവിന് വേണ്ടി മരിക്കാനല്ല, കൊല്ലാനുള്ള മനസ്സ് പത്രോസിനുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ പത്രോസാണ് മഹാപുരോഹിതന്റെ മുറ്റത്തെ തീക്കൊണ്ടത്തിൻ്റെ അരികിൽ പോയിരുന്ന് ചൂട് കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 3 പേര് മാറി മാറി ചോദിച്ചു, നീ അവനോട് കൂടെ ഉള്ളവനല്ലേ? കാരണം പത്രോസ് ഒരു അപരിചിതനാണ്, ഇവിടുത്തുകാരനല്ല. പത്രോസ് ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. അവസാനം പത്രോസിൻ്റെ ആ ഗലീല പ്ലെയർ ഭാഷാശൈലി കേട്ടപ്പോൾ, നിന്റെ ഉച്ചാരണത്തിൽ വെളിവാക്കുന്നു, നീ ഗലീലക്കാരനായ യേശുവിനോട് കൂടെ വന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ തള്ളി പറയുവാൻ തയ്യാറായി. ഇവിടെ യേശു ഒരു തീ കൂട്ടിയിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കാൻ കാരണം പത്രോസ് തന്നെ അത് പറഞ്ഞതാണ്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ഇവരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞതാണ്. ആ പത്രോസാണ് മഹാപുരോഹിതന്റെ മുറ്റത്ത് വെച്ച് തള്ളിപ്പറഞ്ഞത്. ജീവനെ സ്നേഹിച്ച്, കർത്താവിനേക്കാൾ സ്വന്തം ജീവനെ സ്നേഹിച്ച് പത്രോസിനെ മടക്കി വരുത്താൻ, കർത്താവിനെ സ്നേഹിക്കുന്നവനാക്കി മാറ്റാൻ കർത്താവിനെ ചികിത്സിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നു. യേശു 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യമാണല്ലോ പത്രോസ് തള്ളിപ്പറഞ്ഞത്. 3-ാമത് ചോദിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി, ഞാൻ എത്ര ദൃഢനിശ്ചയത്തോടെ, എത്ര ദൃഢപ്രതിജ്ഞ ചെയ്താലും എൻ്റെ സ്വന്തം കഴിവനുസരിച്ച് അത് പാലിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവിനെ സഹായിച്ചെങ്കിലേ അത് സാധിക്കൂ. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, എൻ്റെ ബലഹീനത,
എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പക്ഷേ അത് പാലിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് അതിനുള്ള ശക്തിയില്ല, അവിടുന്ന് സഹായിച്ചാലേ അത് സാധ്യമാകൂ എന്ന് പത്രോസ് തുറന്ന് സമ്മതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി പത്രോസിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോവുകയാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവരാണ്. യോനാ പ്രവാചകന് തെറ്റുണ്ടായി, പക്ഷേ അദ്ദേഹം വളരെ പ്രയോജനപ്പെട്ടു. ദാവീദിന് തെറ്റുണ്ടായി, അദ്ദേഹം വളരെ പിന്നീട് പ്രയോജനപ്പെടുവാൻ ഇടയായി. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാകുക എന്നുള്ളത് അത് തന്നെ തെറ്റല്ല. ഒരു ബോക്സിംഗുകാരൻ ഇടികൊണ്ട് വീഴുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവൻ എഴുന്നേൽക്കണം. എഴുന്നേറ്റില്ലെങ്കിലാണ് അവൻ തോക്കുന്നത്. നമ്മുടെ ഭാഗത്ത് തീർച്ചയായിട്ടും നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, അതുപോലെ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ കേൾവിയിലൊക്കെ തെറ്റുകൾ സ്വാഭാവികമാണ്. അത് നാം മനസ്സിലാക്കി, കർത്താവേ, ഞാൻ ഈ സ്റ്റാൻഡേർഡിലല്ല ജീവിക്കേണ്ടത്, എന്നെക്കുറിച്ച് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇതല്ല എന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ കൃപയാചിച്ച് കർത്താവിനായിട്ട് ശോഭിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.